സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്. വേനൽ മഴ വൈകുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി. മഴയില്ല, വരൾച്ച കനക്കുന്നു. സ്വാഭാവികമായും ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നു, വൈദ്യുതോൽപാദനം കുറയുന്നു, ഉപഭോഗം കൂടുന്നു. ആവശ്യമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി കടുക്കും. എന്താണ് നമ്മുടെ ഡാമുകളിലെ ഇപ്പോഴത്തെ സ്ഥിതി? വേഗത്തിലൊന്ന് പരിശോധിക്കാം. വരളുന്ന നാടും ഡാമുകളും. ഡാമിൽ ഇപ്പോഴത്തെ സ്ഥിതി വേഗത്തിലൊന്ന് കണ്ടുവരാം. ഡാമുകളുടെ തൽസ്ഥിതി ഇപ്പോൾ 34%. വെച്ചാൽ ആകെ 59 ഡാമുകളാണ് കേരളത്തിൽ KSEBിക്ക് കീഴിലുള്ളത്. എന്ന് വെച്ചാൽ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി KSEB ഉപയോഗിക്കുന്ന 59 ഡാമുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ മൊത്തം ഡാമുകളിലെ ജലസംഭരണ ശേഷിയുടെ 34% വെള്ളം മാത്രമാണ് ഇപ്പോൾ ആ ഡാമുകളിൽ ഉള്ളത്. ഇതേ അവസ്ഥയിൽ കഴിഞ്ഞ വർഷം പരിശോധിക്കുകയാണ്. 2025-ൽ 45% സംഭരണ ശേഷിയുടെ 45% വെള്ളം ഇതേ സമയം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ 34%. എന്ന് വെച്ചാൽ ഈ വർഷം നമുക്ക് 11% ജലത്തിൻ്റെ കുറവ് ഡാമുകളിലുണ്ട്. അത് വലിയ പ്രയാസം ഭാവിയിലേക്ക് സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പറയുന്നത്. ഇടുക്കി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാമിൽ ഇപ്പോൾ സംഭരണ ശേഷിയുടെ 36% വെള്ളം മാത്രമാണ്, ജലനിരപ്പ് മാത്രമാണ് ഉള്ളത്. 2025-ൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അത് 43% എന്ന് വെച്ചാൽ അവിടെ തന്നെ വലിയൊരു ശതമാനത്തിൻ്റെ കുറവുണ്ട്. 6% വലിയ ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വലിയ പ്രതിസന്ധി ഇക്കുറി നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇടുക്കി ഡാമിലെ ഈ ജലനിരപ്പിന്റെ കുറവ്. ഇനി വൈദ്യുതോൽപാദന ശേഷിയുടെ കാര്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ 1772.80 ദശലക്ഷം യൂണിറ്റാണ് കേരളത്തിൽ സ്വന്തമായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. 2025-ൽ നോക്കൂ, അത് 4140.25 ദശലക്ഷം യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ 1772 മാത്രമാണ്. എന്ന് വെച്ചാൽ 3000 ദശലക്ഷം യൂണിറ്റിൻ്റെ കുറവ്, വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാക്കുകയാണ്. ഉപഭോഗം കൂടുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മുടെ വൈദ്യുതോൽപാദന ശേഷി കുറയുന്നു, ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്നു, അപ്പോഴും നമ്മുടെ ഉപഭോഗം കൂടുന്നു എന്നതും കൂടിയുണ്ട്. 50 മെഗാവാട്ടിൻ്റെ വർധനയാണ് ദിനേന വരുന്നത്. 50 മെഗാവാട്ടിൻ്റെ വർധനയാണ്. എന്ന് വെച്ചാൽ ഈ മാസം മാത്രം 6000 മെഗാവാട്ട് കടന്നത് 2 തവണയാണ്. 6000 മെഗാവാട്ട് കടക്കുന്നു എന്ന് പറഞ്ഞത് റെക്കോർഡ് ഉപഭോഗമാണ്. അത് 2 തവണ ആ റെക്കോർഡ് കടന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ദിനേന എന്നോണം 50 മെഗാവാട്ടിൻ്റെ വർധന നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിൽ വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. ഇനി നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ വൈദ്യുതോൽപാദന ശേഷി കുറയുന്നു, ഡാമുകളിൽ വെള്ളമില്ല, അവിടെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് പുറത്തുനിന്ന് വാങ്ങുന്നത് കൂട്ടുക എന്നുള്ളതാണ്. 86.01 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മൾ ദിനേന വാങ്ങുന്നത്. ആ ദിനേന വാങ്ങുന്നതിൻ്റെ തോത് ഇനിയും കൂട്ടിയാൽ മാത്രമേ ഇനിയും പീക്ക് ടൈമിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഈ മാസം തന്നെ ഇനിയും 6000 മെഗാവാട്ട് എന്ന റെക്കോർഡ് ഇനിയും നമ്മൾ ഭേദിച്ചെന്ന് വരും. അപ്പോൾ രാത്രികളിൽ പീക്ക് അവേഴ്സ് കൂടുന്നു, ഓരോ ദിവസവും പീക്ക് അവേഴ്സ് കൂടി വരികയാണ്. സ്വാഭാവികമാണ്, ചൂട് കൂടുമ്പോൾ AC-യുടെയൊക്കെ ഉപയോഗം കൂടി വരും. അവിടെ കൂടുതൽ വൈദ്യുതി വേണ്ടി വരും. അങ്ങനെയാണ് പീക്ക് അവേഴ്സിൽ നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപഭോഗത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ വാങ്ങുന്നത് 56.01 ദശലക്ഷം യൂണിറ്റാണ്. ഇനി ആഭ്യന്തര ഉൽപാദനം എത്ര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കണക്ക് കൂടി എടുക്കണം. 23 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് നിലവിൽ നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ സോളാർ വഴി 3 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നു. വേനൽ മഴയില്ലെങ്കിൽ പാളും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറിയൊക്കെ നമ്മൾ 2025-ൽ ഇതേ സമയം ഇതേ മാസം വേനൽക്കാലത്തും കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലവും ഈ വർഷത്തെ വേനൽക്കാലവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഡാമുകളിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു, ഉൽപാദന ശേഷി കൂടുതലായിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതല്ലോ. ഈ സമയത്ത് വേനൽ മഴയും ഈ വർഷത്തേക്കാൾ കൂടുതൽ വേനൽ മഴ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇക്കുറി വേനൽ മഴ വൈകുന്നുണ്ട്. ആ
വേനൽ മഴ ഇപ്പോൾ ഈ മാസം ഏപ്രിൽ മാസം തന്നെ നമുക്ക് ആവശ്യമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഡാമുകളിൽ ഇനിയും ജലനിരപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും വൈദ്യുതോൽപാദന ശേഷി കുറയുകയും ചെയ്യുമ്പോൾ കൂടിയ വിലക്ക് നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കേണ്ടി വരും. അതുണ്ടാക്കുന്ന സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധിയും വലുതായിരിക്കും. ഒരു ലോഡ് ഷെഡിങ്ങിലേക്കും പവർ കട്ടിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയാൽ അതും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ വേനൽ മഴ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പരിഹാര മാർഗം. അത് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു. ഇനിയിപ്പോൾ വേനൽ മഴ വൈകിയാൽ തന്നെ എന്തായിരിക്കും വൈദ്യുത വകുപ്പ് പരിഹാരമായി ചെയ്യാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം.